കോട്ടയം പാലാക്കരൂരിൽ റബ്ബർ സംസ്കരണ ഫാക്ടറിക്കെതിരെ ജനകീയ പ്രതിഷേധം. മലിനീകരണ പ്രശ്നം ഉയർത്തി വെള്ളഞ്ചൂരിലെ ഫാക്ടറി കവാടം പ്രദേശവാസികൾ ഉപരോധിച്ചു. സമരത്തിന് പിന്തുണ അറിയിച്ച് CPM പ്രവർത്തകർ ഫാക്ടറിക്ക് മുന്നിൽ കൊടികുത്തി. അമോണിയ കലർന്ന ജലം സംസ്കരിക്കാതെ പുറത്തേക്ക് ഒഴുക്കുന്നത് കാരണം കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നതായാണ് നാട്ടുകാരുടെ പരാതി. ദുർഗന്ധം മൂലം ദുരിതത്തിലാണ് നാട്ടുകാർ. ഈ സാഹചര്യത്തിലാണ് ഫാക്ടറിക്കെതിരായ പ്രതിഷേധം. നാട്ടുകാർക്ക് സന്ധ്യ ആകുമ്പോഴത്തേക്കും ഈ രാത്രികാരനാണ് ഒരു കളയുന്നത്. അതിന് ആരും കാണത്തില്ല. ഇപ്പം ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മണമായിരുന്നു. ഈ ഒഴുക്കി വിടുന്ന ഈ മാലിന്യം തൊട്ട് താഴെ കണ്ടമാണ്. അവിടെ കിണറുകളുണ്ട്. ആ കിണറ്റിലോട്ടാണ് എല്ലാം താഴുന്നത്. നേരത്തെ ഇവിടെ എല്ലാം കയറ്റി അയക്കുകയാണ്. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനുള്ള അളവില്ല എന്നും പറഞ്ഞ് ഇവിടെ തന്നെ സംസ്കരിക്കുന്നു. ജനങ്ങളെല്ലാവരും ശ്വാസം മുട്ടിലാണ്. 30 വർഷം മുമ്പാണ് മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിക്ക് കീഴിൽ കരൂർ ലാറ്റക്സ് ഫാക്ടറി തുടങ്ങിയത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 8 വർഷം മുമ്പ് പ്രവർത്തനം നിന്നു. അടുത്തിടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഉത്തരേന്ത്യൻ കമ്മിറ്റിക്ക് ഫാക്ടറി ലീസിന് നൽകി. ഇതോടെയാണ് മാലിന്യ പ്രശ്നം രൂക്ഷമായത്. സമരത്തിന് CPM പ്രാദേശിക നേതൃത്വം ഐക്യദാർഢ്യം അറിയിച്ചു. വലിയ രീതിയിലുള്ള അമോണിയത്തിന്റെ പ്രശ്നം ഈ പ്രദേശത്ത് നാട്ടുകാർക്കാകെ ശ്വാസം മുട്ടലും മറ്റു രോഗങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ നാട്ടുകാരാകെ പ്രതിഷേധം എന്ന നിലയിൽ ഇതിന്റെ മാനേജരും മറ്റു ആളുകളുമായി സംസാരിച്ചുകൊണ്ട് തൽക്കാലം ഇത് നിർത്തുക. മലിനീകരണ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഫാക്ടറി തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. വിഷയത്തിൽ ഫാക്ടറി നടത്തിപ്പുകാർ പ്രതികരിക്കാൻ തയ്യാറായില്ല. മീഡിയ 1 കോട്ടയം.